കോടതിയുടെ ശക്തമായ ഇടപെടലുണ്ടായിരുന്നില്ല എങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് പുറത്താകുമായിരുന്നില്ല. ഈ മണ്ഡലക്കാലം കഴിയുന്നതോടുകൂടി ആ ശബരിമല ക്ഷേത്രത്തിന് പോലും ഇവർ ഇളക്കി മാറ്റിയേനെ, കടത്തിയേനെ. ഇതിന്റെ ഓരോ കൽകഷ്ണങ്ങളും വിശ്വാസത്തിന്റെ പേര് പറഞ്ഞ് വിറ്റ് ഇവർ കീശയിലാക്കിയേനെ. കോടതി വീണ്ടും ശക്തമായി ഇടപെട്ടിരിക്കുന്നു. പത്മകുമാർ ജാമ്യത്തിനായി കോടതിയിലേക്ക് ചെന്നു. വേറൊന്നുമല്ല പത്മകുമാർ പറഞ്ഞത്, ചെറിയൊരു മോഷ്ടാവായോരെന്നെ കള്ളനെന്ന് വിളിച്ചില്ലേ, എന്നെ കള്ളനെന്ന് വിളിച്ചില്ലേ എന്നാണ് ചോദിച്ചത്. ഞാൻ വെറും ചെറിയൊരു മോഷ്ടാവാണ്, എന്നെ കള്ളനെന്ന് വിളിച്ചില്ലേ. മറ്റൊന്നുമല്ല പത്മകുമാർ ചോദിച്ചത്, സ്വർണപ്പാളിയെ സ്വർണം പൂശിയ ചെമ്പ് എന്ന് എഴുതിയത് മാത്രമാണ് എന്റെ തെറ്റ്. കോടതി പറഞ്ഞു, മിണ്ടാതിരിക്കെ, അത് ഗുരുതരമായ തെറ്റാണ്, നീ അകത്ത് കടന്നോ. ദേവസ്വം ബോർഡിനോടും രൂക്ഷമായ വിമർശനം ഉയർത്തി കോടതി. ഇങ്ങനെ ഒരു ബോർഡ് എന്തിനാണ്? ശരിയായ ഭക്തിയുള്ളവർ അവിടെ ഭരിക്കാനുണ്ടായിരുന്നുവെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ നടക്കുമായിരുന്നില്ല എന്ന് കോടതി ഉറക്കെ പറഞ്ഞു. എന്ത് അസംബന്ധമാണ് ശബരിമലയിൽ നടക്കുന്നത് എന്ന ചോദ്യവും കോടതിയിൽ നിന്നുണ്ടായി. കേസിൽ പ്രതിയായ അന്നു മുതൽ കെ പി ശങ്കർദാസ് ആശുപത്രിയിലാണ്. കെ പി ശങ്കരദാസ് അബോധാവസ്ഥയിൽ ആശുപത്രിയിലാണെന്നും അതിനാൽ ജാമ്യം വേണം എന്നുമാണ് പ്രതിഭാഗം വക്കീൽ ആവശ്യപ്പെട്ടത്. അതിനായി മെഡിക്കൽ രേഖകളും ഫോട്ടോകളും കോടതിയിൽ ഹാജരാക്കി. എന്നാൽ അത് വിശ്വാസയോഗ്യമല്ല എന്ന് പറഞ്ഞ കോടതി മെഡിക്കൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ അച്ഛനായതുകൊണ്ട് മാത്രം ഇങ്ങനെ പരിഗണന നൽകാൻ കഴിയില്ല എന്നും കുറ്റം ചെയ്തവൻ ജയിലിലാകണമെന്നും കോടതി നിർദ്ദേശിച്ചു. കോടതിയിലെ ശക്തമായ ഇടപെടലുകൾ കൊണ്ട് ഈ സ്വർണ്ണക്കള്ള കേസ് തെളിയുമെന്നും അവിടുന്ന് കടത്തിക്കൊണ്ടുപോയ സ്വർണത്തിന്റെ അവസാന തെരുവരെ ശബരിമലയിലേക്ക് തിരിച്ചെത്തുമെന്നും ഭക്തജനങ്ങൾ പ്രതീക്ഷിക്കുന്നു. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.